ഹലോ, നമുക്കിന്ന് 5 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് പാസ്ത വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ അതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുകയാണ്. വേവിച്ച പാസ്ത നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ റെഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് നമുക്ക് ഈ ഒരു സോസിൽ സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോസ് പാനിൽ ഒഴിച്ചാൽ തീ വളരെ ലോ ആയിരിക്കണം. അപ്പോൾ ഇത് അടിയിൽ പിടിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് കുറച്ച് ടൈം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ പാസ്ത വേവിക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു സോസിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഇതിൽ കൂടുതൽ സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.